നമസ്കാരം. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിക്ക് വൈപ്പിനിലും ആവേശോജ്വലമായ തുടക്കം. UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളിലൊന്നായ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയുടെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം ഗോശ്രീ ജംഗ്ഷനിൽ വെച്ച് ടോണി ചമ്മണി MLA നിർവഹിച്ചു. വൈപ്പിൻ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ നൂറുകണക്കിന് വനിതകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പദ്ധതി അവരുടെ ദൈനംദിന ജീവിത ചെലവിൽ ഗണ്യമായ ആശ്വാസം നൽകുമെന്ന് MLA അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ സഞ്ചാര സൗകര്യ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ഈ ജൂൺ 15-ാം തീയതി എഴുതി ചേർക്കുകയാണ്. കേരളത്തിൽ നാളിതേവരൊന്നും ഗവൺമെന്റുകൾ എടുക്കാത്ത ചരിത്രപരമായ തീരുമാനമാണ് PD സതീശൻ സർക്കാർ എടുത്തിട്ടുള്ളത്. കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാറില്ല എന്നതാണ് പലപ്പോഴും കാണുന്നത്. ആ കീഴ്വഴക്കങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്ന ജനകീയ സർക്കാരായി കേരളത്തിൽ UDF സർക്കാർ മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ 3125 ഓർഡിനറി KSRTC ബസ്സുകൾ വനിതകളെ സൗജന്യമായി, സ്ത്രീ സമൂഹത്തെ സൗജന്യമായി ടിക്കറ്റ് നിരക്കില്ലാതെ യാത്ര ചെയ്യാനുള്ള അവസരം നൽകുന്നത്. ഇത് കേരളത്തിലെ വലിയ ചരിത്രമാണ്. ഇതൊരു വലിയ വിപ്ലവമാണ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന് കരുത്തു നൽകുന്നതാണ് ഈ തീരുമാനം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇത് കുടുംബ ബഡ്ജറ്റിന് പോലും അനുകൂലമാകുന്ന ഒന്നാണ്. നമ്മുടെ സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ 50% സ്ത്രീകളാണ്. അത്തരം സ്ത്രീകൾ ഓർഡിനറി ബസ്സുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പൈസ പോലും കൊടുക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ, പ്രിയദർശിനി പദ്ധതിയുടെ പ്രത്യേകത. അങ്ങനെ യാത്രാ ചെലവ് ലാഭിക്കുമ്പോൾ ആ ലാഭം കുടുംബ ബഡ്ജറ്റിലേക്ക് മുതൽ കൂട്ടുമെന്നതും കൂടി ആശ്വാസമാണ്. കുടുംബത്തിലേക്ക് ഒരു പാക്കറ്റ് പാല് വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ ഈ മിച്ചം തുക ഒരു കുടുംബത്തിലേക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ സമത്വത്തിന്റെ കൂടി വലിയ പദ്ധതികൾക്ക് കാരണം. ഞാൻ സമയം വൈകിയതുകൊണ്ട് കൂടുതൽ കടന്നു പോകുന്നില്ല. ഇത് നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകിയതിന്റെ ഒന്ന് മാത്രമാണ്. ഇനിയും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ അടക്കം ഈ ഗവൺമെന്റ് സമയബന്ധിതമായി നടപ്പിലാക്കും. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റാണ് പ്രിയപ്പെട്ടവർ ഈ ഗവൺമെന്റിന്റെ പ്രയാണത്തിൽ മുഴുവൻ ജനങ്ങളുടെ, ജനാധിപത്യ വിശ്വാസികളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് UDFന്റെ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി, സൗജന്യ യാത്രാ പദ്ധതി, സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിലുള്ള സൗജന്യ യാത്രാ പദ്ധതി ഞാനിവിടെ ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗോശ്രീ ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ INTUC ദേശീയ ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, DCC ജനറൽ സെക്രട്ടറി MJ ടോമി, DCC സെക്രട്ടറി KJ ഡോണോ, വൈപ്പിൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് AP ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം വിവേക് ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PJ ജസ്റ്റിൻ, ബീത കോളിൻസ്, ബിമൽ ബാബു, ലില്ലി ആൽബർട്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബെർണാഡ് ബെന്നി, അക്ലിൻ ലോപ്പസ്, ജോബി വർഗീസ്, എളങ്ങുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമ്യ രാജേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്യാംകുമാർ S, ഗിരീഷ് NR, പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KM പ്രസൂൺ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോദിഷ് സത്യൻ, വിവിധ പഞ്ചായത്ത് അംഗങ്ങളായ നീതു ബിനോദ്, സോഫിയ ജോയ്, വിശാഖ് അശ്വിൻ, ഫിലോമിന ലിംഗൺ തുടങ്ങിയവരടക്കം നിരവധി യാത്രക്കാരും ചടങ്ങിൽ പങ്കാളികളായി. തുടർന്ന് ആദ്യ ബസ് ഗോശ്രീ ജംഗ്ഷനിൽ നിന്നും പറവൂരിലേക്കാണ് പുറപ്പെട്ടത്. നിരവധി യാത്രക്കാരോടൊപ്പം തന്നെ MLAയും വിവിധ ജനപ്രതിനിധികളും ആദ്യ യാത്രയുടെ ഭാഗമായി. ബസ്സിലെ യാത്രക്കാർക്ക് മുഴുവനും UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മധുരവും വിതരണം ചെയ്തു. ആനുകൂല്യം നേടിത്തരുന്ന ഒരു പദ്ധതിയല്ല, നമ്മുടെ കുടുംബ ബഡ്ജറ്റിന് പോലും മാറ്റം വരുത്തുന്ന ഒരു പദ്ധതിയാണ്. ഒരു ദിവസം ബസ് പൈസ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? ഹൈക്കോടതിന് പിന്നെയും പോകണം. അപ്പൊ നമുക്കിത് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. PD സതീശനും നമ്മുടെ MLAയ്ക്കും അഭിവാദ്യം.